എന്താ നീ പറഞ്ഞത്? അവളെ നഷ്ടപ്പെട്ടെന്നോ? ഞാൻ ബലി കുഴിഞ്ഞു വെച്ചിരുന്ന കുട്ടി നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്നോ? എന്താ സംബന്ധമാണ് ഗഹ നീ പറയുന്നത്? എന്തു വീഴ്ചയാണ് നീ? കയ്യിൽ കിട്ടിയ നിധിയാണല്ലോ നീ നശിപ്പിച്ചത്. എന്നോട് ക്ഷമിക്കണം. എന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ലത്. എന്നാലും ഞാൻ കോരയോട് മാപ്പ് ചോദിക്കുന്നു. ഞാനും ആ പയ്യനും കൂടി പുഴക്കരയിൽ വെള്ളമെടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മഹിമയും ആ കൊച്ചിനെ കാണാനില്ലായിരുന്നു. അന്വേഷിച്ചെന്നപ്പോൾ മഹിമ ഒരു സ്ഥലത്ത് ബോധം കെട്ട് കിടക്കുന്നേ കണ്ടത്. വിളിച്ചുണർത്തി കൊച്ചെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഏതോ ഒരു ആദിവാസി സ്ത്രീ വന്ന് അവരുടെ കയ്യിൽ നിന്ന് അവളെ എടുത്തോണ്ട് പോയിന്നാ മഹിമ പറഞ്ഞത്. ഞാൻ കാട് മുഴുവൻ അവളെ തപ്പി നടന്നു. പക്ഷേ അങ്ങനൊരു സ്ത്രീയെ അവിടെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. നീ പറഞ്ഞതുപോലെ കാട്ടുവാസിയായ ഒരു സ്ത്രീയല്ലത്. ശിവപ്രിയയെ രക്ഷിക്കാൻ വേഷം മാറി വന്ന ദേവശക്തിയാണ് അവൾ. ഈശ്വര, ഘോര പറഞ്ഞ സത്യമാണെങ്കിൽ ഞാനും ദൈവകോപത്തിന് ഇരയാവുമല്ലോ. ശേ, ഒന്നിനും പോവേണ്ടിയിരുന്നില്ല. ഇല്ല, ഏതായാലും ആ പെൺകുട്ടിക്ക് 9 വയസ്സ് വരെ ആയുസുള്ളൂ. പിന്നെയും എന്തിനാണ് അവളെ രക്ഷിക്കാൻ നോക്കുന്നത്? അപ്പോ അവളുടെ ഉദ്ദേശം എന്നെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. ഇല്ല, അതിന് ഒരു ദേവശക്തിക്കും കഴിയില്ല. അവൾ ഘോരയ്ക്കുള്ള ബലിജന്മമാണ്. ദൈവം വിധിച്ചിരിക്കുന്ന ആയുസ് തീരുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഉപാസനാമൂർത്തികൾക്ക് അവളെ ബലി നൽകും. അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കുമാകില്ല. പിന്നെന്താ, ഇങ്ങ് തന്നോളൂ. ആഹാ, അരങ്ങേറ്റക്കാരി ഇങ്ങെത്തിയല്ലോ. എന്താ മോളെ, ഉഷാറല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല കുമാരേട്ടാ. അത് പിന്നെ അസലാകാതിരിക്കോ? മോള് നല്ല മിടുക്കി കുട്ടിയല്ലേ. ദേവിയെ നന്നായി മനസ്സിൽ ധ്യാനിച്ചു വേണം പാടാൻ. കേട്ടോ മോളെ? വിദ്യാമ്മ എവിടെ? കണ്ടില്ലല്ലോ. വിദ്യാമ്മ ഇപ്പൊ വരുന്നാ ദേവി ചേച്ചി പറഞ്ഞത്. വിദ്യാമ്മ വരുമ്പോ വെറ്റില വെച്ച് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി വേണം എന്റെ മോള് പാടാൻ തുടങ്ങേണ്ടത്. ഗുരുസ്ഥാനോ ആ വിദ്യാമ്മയ്ക്ക്. ആ, വിദ്യാമ്മ എത്തിയല്ലോ. മുഹൂർത്തായല്ലോ. എന്നാൽ ഇനി വൈകണ്ട. ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോളൂ. മോളെ, ദാ ഇത് വിദ്യാമ്മയുടെ കാൽക്ക് വെച്ച് നമസ്കരിച്ചോളൂ. വിദ്യാമ്മ കാരണമാ വിചാരിച്ച പോലെ എന്റെ മോളുടെ അരങ്ങേറ്റം നടക്കുന്നത്. ഗുരുസ്ഥാനത്ത് നിന്ന് വിദ്യാമ്മ എന്റെ മോളെ അനുഗ്രഹിക്കണം. മോളെ, ദക്ഷിണ വെച്ച് നമസ്കരിച്ചോളൂ. സാക്ഷാൽ ജഗദമ്പെ മനസ്സിൽ ധ്യാനിക്കൂ. അമ്മയുടെ അനുഗ്രഹം എന്നും നിനക്കുണ്ടാവട്ടെ. बोले भंडारी बाबा। അപ്പോൾ അരങ്ങേറ്റം നടത്താൻ തന്നെയാണ് പുറപ്പാട്.
സറതിയായിരിക്കുന്നവളെ വലിയ സംഗീതജ്ഞയാക്കാനാണ് ഭാവം. അതും ഈ അഘോരയെ തോൽപ്പിക്കാൻ, എന്റെ യാഗം മുടക്കാൻ. നീ മനഃപൂർവ്വം അവളുടെ ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. എങ്കിൽ അതെനിക്കൊന്നറിയണമല്ലോ. ഇനി നടക്കാൻ പോകുന്നത് സാക്ഷാൽ മൃത്യുവിന്റെ അരങ്ങേറ്റമായിരിക്കും. മോളെ മോളെ അയ്യോ, മോളെ 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 എന്താ മോളെ 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 അയ്യോ മോളെ. കുഞ്ഞിന് എന്ത് പറ്റി വിദ്യാമ്മേ? മോളെ എന്റെ മോളെ 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 മോളുടെ കയ്യിലുണ്ടായിരുന്ന ശിവലിംഗം എവിടെ? അതെടുത്തില്ല. തിരക്കിനിടയിൽ മോളത് മറന്നുപോയി. മോളെ 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 ഈശ്വര, എന്റെ മോള്